കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് സമർപ്പിക്കും. അപകടം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് അടുത്തയാഴ്ചയും കൈമാറും. അതേസമയം മെഡിക്കൽ കോളേജിൽ നിർത്തിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങാൻ വൈകും. തിയേറ്ററുകൾ അണുവിമുക്തമാക്കുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ബിന്ദുവിന്റെ കുടുംബത്തിന് കൈമാറാനുള്ള ധനസഹായം സംബന്ധിച്ച വിവരങ്ങളാണ് കളക്ടർ പ്രാഥമിക റിപ്പോർട്ടായി സർക്കാരിന് സമർപ്പിക്കുക. കുടുംബത്തിന്റെ സാമ്പത്തിക ശേഷി, സാമൂഹ്യാവസ്ഥ, ഉപജീവനം എന്നീ കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ധനസഹായം നിശ്ചയിക്കുക. 11-ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ധനസഹായം പ്രഖ്യാപിക്കും. അപകടം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് അടുത്ത ആഴ്ച കളക്ടർ ആരോഗ്യവകുപ്പിന് കൈമാറും. അതേസമയം മെഡിക്കൽ കോളേജ് അപകടത്തെ തുടർന്ന് മുടങ്ങിയ ശസ്ത്രക്രിയകൾ തുടങ്ങാൻ വൈകും. ശസ്ത്രക്രിയകൾ തിങ്കളാഴ്ച മുതൽ മാത്രമേ തുടങ്ങൂ. പുതുതായി സജ്ജീകരിച്ച തിയേറ്ററുകൾ അണുമുക്തമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. കാഷ്വാലിറ്റി ബ്ലോക്ക്, പഴയ ട്രോമാ കെയർ വാർഡ് എന്നിവിടങ്ങളിലാണ് 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. തകർന്ന കെട്ടിടത്തിൽ 10 ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിച്ചിരുന്നു. മീഡിയ 1